ഏത് രൂപത്തിലുള്ള വിമർശനങ്ങളുമായി ആര് കടന്നു വന്നാലും എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയാലും എവിടെ കയറിയിരുന്ന് വായ ഉപയോഗിച്ച് പറഞ്ഞു ഇതിനങ്ങ് തീർത്തു കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട് നമ്മളോട്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, നിങ്ങൾ നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞ് ഇതിനെ അങ്ങ് തീർത്തു കളയാം, ഊതിക്കെടുത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ വല്ലാഹു മുതിമ്മു നൂരി, പടച്ച തമ്പുരാൻ ഈ പ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികളെ, സത്യനിഷേധികളെ, ബോധ്യപ്പെട്ടിട്ട് മാറി നിൽക്കുന്നവരെ, എവിടെയെങ്കിലും ഇരുന്ന് വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ട് ലാഭം കൊയ്യുന്നവരെ, എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥമായ ലാഭങ്ങൾ നേടുന്നവരെ നിങ്ങൾ എത്ര വെറുത്താലും പടച്ച തമ്പുരാൻ ഇത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ മുശ്രികൂൻ. തന്റെ പ്രവാചകനെ മാർഗദർശനമായി യഥാർത്ഥ മതവും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ടെങ്കിൽ ആ ദീൻ ഇവിടെ നിലനിൽക്കും, എല്ലാത്തിനെയും അതിജയിക്കും. ആരെത്ര വെറുത്താലും ആരെത്ര വിമർശിച്ചാലും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. അതുകൊണ്ട് അഭിമാന ബോധമുള്ളവരായി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാചകമുണ്ട്, സുമ്മ ഔറസ്നൽ കിതാബ അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, ഈ സമൂഹത്തിൽ നിന്ന്, തന്റെ അടിമകളിൽ നിന്ന് പടച്ച തമ്പുരാൻ തെരഞ്ഞെടുത്തവരാണ് നമ്മളെന്ന്, ഈ വിശുദ്ധ ഖുർആനിന്റെ അവകാശികളായി ബാക്കി വെച്ചത് നമ്മളെയാണ് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അഭിമാന ബോധത്തോടുകൂടെ ഇസ്സത്തുള്ളവരായിക്കൊണ്ട്, ഞാനൊരു മുസ്ലിമാണ്, എന്റെ വിശ്വാസവും എന്റെ കർമ്മങ്ങളും ഞാൻ നിർവഹിക്കുമ്പോൾ, എന്റെ ആചാരങ്ങളും എന്റെ ചിട്ടകളും ഞാൻ കൊണ്ടു നടക്കുമ്പോൾ എനിക്കതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു മോശമായി തോന്നുന്നില്ല, ഞാനെല്ലാം അഭിമാനത്തോടുകൂടെ നിർവഹിക്കുമെന്ന് പറയാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്.